ആകാശവാണി നമസ്കാരം. വാർത്താ വീക്ഷണം. ഓണം പൊന്നോണം, കേരളത്തിന്റെ ദേശീയോത്സവം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം കാർത്തിക വിശംഭരൻ. ഗൃഹാതുര സ്മരണകളുണർത്തി മലയാളികൾ ഇന്ന് തിരുവോണം ആഘോഷിക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും പോരായ്മകളെയും മാറ്റിവെച്ച് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പൊന്നോണം ലോക മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. കർക്കടകത്തിന്റെ കാർമേഘങ്ങൾ മാറി പൊന്നോണത്തിന്റെ വെയിൽനാളം തെളിയുമ്പോൾ ഗ്രാമവും നഗരവും ഒരുപോലെ ആഘോഷ നിറവിലാണ്. മലയാളികളുടെ ഐക്യവും സ്നേഹവും സാഹോദര്യവും വിളംബരം ചെയ്യുന്ന വർണ്ണാഭമായ ഉത്സവമാണ് ഓണം. അതുകൊണ്ട് തന്നെ ഓരോ മലയാളി മനസ്സിലും മായാത്ത മനോഹര സ്മരണയായി ഓണം എന്നും തിളങ്ങി നിൽക്കുന്നു. കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയ ദേശീയോത്സവമാണ് ഓണം. ജാതിമത വർഗചിന്തകൾക്കതീതമായ സമത്വസുന്ദരമായ ഒരു ലോകത്തെക്കുറിച്ചുള്ള മഹത്തായ സങ്കല്പമാണ് ഓണം മുന്നോട്ട് വെക്കുന്നത്. മതാതീതമായ കൂട്ടായ്മയിലൂടെ ഓണം കേരളീയരുടെ പൊതുവായ സാംസ്കാരിക സ്വത്വം നിലനിർത്തുന്നു. വിളവെടുപ്പിന്റെ ആനന്ദവും വിഭവ സമൃദ്ധിയും നിറഞ്ഞ ഈ മഹോത്സവം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അവിഭാജ്യ ബന്ധത്തെ വിളിച്ചോതുന്ന മനോഹരമായ പാരിസ്ഥിതിക സന്ദേശമാണ് നൽകുന്നത്. ചിങ്ങത്തിലെ അത്തം മുതൽ 10ാം നാളായ തിരുവോണം വരെ നീളുന്നതാണ് മലയാളിയുടെ ഓണാഘോഷങ്ങൾ. മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിന്റെ പ്രധാന ഐതിഹ്യം. നാടൊട്ടുക്കും ക്ഷേമവും സമാധാനവും പുലർന്നിരുന്ന ഒരു സുവർണ യുഗമായിരുന്നു മഹാബലിയുടെ ഭരണകാലമെന്ന് പുരാവൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. നഷ്ടമായ നന്മകളെ വീണ്ടെടുക്കാമെന്ന പ്രത്യാശയും നന്മയുടെ പുലരി വീണ്ടും വരുമെന്ന ദൃഢവിശ്വാസവുമാണ് മാവേലിയുടെ ഈ വാർഷിക പുനരാഗമനം നൽകുന്ന പ്രധാന സന്ദേശം. കാലചക്രം അവിരാമം തിരിയുന്നുവെന്ന ഭാരതീയ ദർശനത്തെ അന്വർത്ഥമാക്കുന്നതാണ് മഹാബലിയുടെ സന്ദർശനം. സ്വന്തം നാശം ഉറപ്പാണെന്നറിഞ്ഞിട്ടും സത്യവും ധർമ്മവും ഉപേക്ഷിക്കാത്ത ഒരു ഭരണാധികാരിയുടെ നീതിനിഷ്ഠയാണ് ഈ മഹനീയ വിചാരധാരയിലൂടെ വ്യക്തമാകുന്നത്. കളവും ചതിയുമില്ലാത്ത നന്മ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സുവർണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ സങ്കല്പം. മഹാബലി ചരിത്രം മാത്രമായി ഓണത്തെ ചുരുക്കാനാവില്ല. അതിപ്രാചീനമായ നമ്മുടെ കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവത്തിന്റെയും വീണ്ടെടുപ്പാണ് ഇതെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. മാസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം കർഷകന് ലഭിക്കുന്ന സംതൃപ്തിയുടെ ആഘോഷമാണിത്. മഴക്കാലത്തിന് ശേഷമുള്ള സമൃദ്ധിയും പുതിയ വിളവെടുപ്പും പ്രകൃതിയുടെ അനുഗ്രഹങ്ങളും ഒരുമിച്ച് കൊണ്ടാടുന്ന ഒരു ഉത്സവം. ഒന്നിനു പിറകെ ഒന്നായി വന്ന പുരാണ സങ്കല്പങ്ങളും തനത് ആചാരാനുഷ്ഠാനങ്ങളും കോർത്തിണക്കപ്പെട്ടാണ് ഇന്നത്തെ സമഗ്രമായ ഓണസങ്കല്പം രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ജാതിമത ചിന്തകൾക്കതീതമായി ഏവരും ഒരുപോലെ നെഞ്ചേറ്റുന്ന കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായി ഓണമെന്ന് വിളങ്ങി നിൽക്കുന്നത്. ഓണക്കോടിയും ഓണസദ്യയും സാമ്പത്തിക സാമൂഹിക തുല്യതയുടെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും പ്രതീകങ്ങളാണ്. ഓണക്കിറ്റുകളും കോടിയും സമ്മാനിക്കുന്നത് വിശപ്പും ദാരിദ്ര്യവും അകറ്റാനുള്ള പരോക്ഷമായ സാമൂഹിക ഇടപെടൽ കൂടിയാണ്. വേർതിരിവുകളില്ലാതെ പുതിയ വസ്ത്രമണിയുകയും ഒന്നിച്ച് സദ്യയുണ്ണുകയും ചെയ്യുന്നതിലൂടെ ഇല്ലാതാകുന്നത് സമൂഹത്തിലെ അസമത്വങ്ങളാണ്. ആരും പട്ടിണി കിടക്കരുത് എന്ന മാനവിക ആശയമാണ് ആനന്ദകരമായ ഓണസദ്യയിലൂടെ പ്രതിഫലിക്കുന്നത്. കാലത്തിന്റെ മാറ്റത്തിൽ സാമ്പത്തിക ഉന്നമനവും വിപണിയുടെ വളർച്ചയും വസ്ത്രധാരണ രീതികളെ സാർവത്രികമാക്കിയെങ്കിലും ഓണക്കോടിയുടെ മഹത്വത്തിന് ഇന്നും മങ്ങലേറ്റിട്ടില്ല. ഓണക്കളികളും ഒത്തുചേരലുകളും ആധുനിക കാലത്തെ ഒറ്റപ്പെടലുകളെ ഇല്ലാതാക്കുന്നു. എല്ലാവരും ഒരുമിച്ച് പങ്കാളികളാകുന്ന കളികളിലൂടെ സമത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. പരാജയപ്പെടുന്നവരെ കൂടി ചേർത്ത് പിടിക്കാനും ജയപരാജയങ്ങളെ ഒരുപോലെ സ്വീകരിക്കാനുമുള്ള കായിക മനോഭാവം വളർത്തുക എന്നതാണ് ഓണക്കളികളുടെ മറ്റൊരു പ്രധാന ആശയം. വള്ളംകളി, പുലിക്കളി, തിരുവാതിര തുടങ്ങിയവ ഓണത്തിന്റെ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതോടൊപ്പം സാമൂഹിക ഐക്യദാർഢ്യത്തിന്റെ വർണ്ണ പകിട്ടാർന്ന വിളംബരം കൂടിയാണ്. കർക്കടക വെറുതിയിലെ മുഷിപ്പിനും മുരടിപ്പിനും ശേഷം ശരീരത്തിനും മനസ്സിനും പുതിയ ഊർജവും ഉന്മേഷവും നൽകാൻ ഇത്തരം നാടൻ കളികൾ സഹായിക്കുന്നു. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാനെന്ന് കവി പാടിയത് അനുസ്മരിക്കും വിധമാണ് മലയാളികളുടെ തിരുമുറ്റമിന്ന് അണിഞ്ഞൊരുങ്ങിയത്. ഓണത്തെ സ്വാഗതം ചെയ്യാൻ പ്രകൃതിയും പൂർണ്ണ മനസ്സോടെ ഒരുങ്ങി നിൽക്കുന്ന അതിമനോഹരമായ കാലമാണിത്. ഓണാഘോഷത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് പൂക്കളം. ഓണത്തിന് വീട്ടിലെത്തുന്ന മാവേലിയെ വരവേൽക്കാനുള്ള അലങ്കാരമായി കണക്കാക്കപ്പെടുന്ന ഓണപ്പൂക്കളം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. സന്തോഷം ചൊരിഞ്ഞതിന് പ്രകൃതിയോടുള്ള ആദരവിന്റെ പരസ്യ പ്രകടനം കൂടിയാണിത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാ കേരളീയർക്കും
ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നു. പുതിയ വിളവെടുപ്പിന്റെ സമൃദ്ധിയുമായി എത്തുന്ന ഈ ഉത്സവം നമ്മെ അനുഗ്രഹിച്ച പ്രകൃതിക്ക് നന്ദി അർപ്പിക്കാനുള്ള അമൂല്യ അവസരമാണെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഏവർക്കും മനോഹരമായ ഓണം ആശംസിച്ചു. ലോകമെമ്പാടും വലിയ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്ന ഊർജ്ജസ്വലമായ ഉത്സവമാണിത്. ഈ ഉത്സവം സന്തോഷവും ഒത്തൊരുമയും സമൃദ്ധിയും നിറഞ്ഞ നല്ല നാളുകൾ സമ്മാനിക്കട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചുകൊണ്ടുള്ള ചരിത്രപ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയം വർണ്ണാഭമായി. കൊച്ചി രാജാവ് സർവാഭരണ വിഭൂഷിതനായി സൈന്യത്തോടും വാദ്യമേളങ്ങളോടും കൂടി കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട് പ്രജകളെ നേരിൽ കാണാൻ ഇറങ്ങിയിരുന്ന പാരമ്പര്യമാണ് അത്തച്ചമയത്തിനുള്ളത്. തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിലുണ്ടായ തർക്കങ്ങളും ചരിത്രപരമായ പോരാട്ടങ്ങളും മുതൽ പിന്നീട് തൃക്കാക്കരയപ്പനെ വന്ദിക്കാൻ കൊച്ചി രാജാവ് സംഘടിപ്പിച്ചിരുന്ന ചടങ്ങുകൾ വരെയുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനു പിന്നിലുണ്ട്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് അത്തച്ചമയം നൽകുന്നത്. ഓണാഘോഷങ്ങൾ എന്നും സംസ്ഥാനത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിനോദസഞ്ചാര വിരുന്നുകളിലൊന്നായ ഓണം ടൂറിസം വാരാഘോഷം ഏവരും കാത്തിരുന്ന പ്രമുഖ വാർഷിക ആഘോഷമായി മാറിയിരിക്കുകയാണ്. കേരള ടൂറിസം സംഘടിപ്പിക്കുന്ന ഒരാഴ്ചത്തെ ഓണാഘോഷങ്ങൾക്ക് ഓഗസ്റ്റ് 24-നാണ് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരത്ത് 35 വേദികളിലായി 3000-ലധികം കലാകാരന്മാരെ അണിനിരത്തിയാണ് ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. 340-ലധികം കലാവിരുന്നുകൾ 7 ദിവസങ്ങളിലായി ആഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നു. ഓണം വാരാഘോഷത്തിന് തിളക്കമേകി സംസ്ഥാനത്ത് വൈദ്യുത ദീപങ്ങൾ മിഴി തുറന്നു. തലസ്ഥാന നഗരിയിലും മറ്റ് ജില്ലകളിലുമുള്ള വിവിധ വേദികളിലായി ശാസ്ത്രീയ, നാടോടി, ഗോത്ര, ജനപ്രിയ കലാരൂപങ്ങൾ അരങ്ങേറുന്ന ഈ വാരാഘോഷം നാടിന്റെ കലയും സംസ്കാരവും തൊട്ടറിയാനുള്ള അപൂർവ അവസരം കൂടിയാണ്. തോൽപ്പാവക്കൂത്ത്, കഥകളി ചമയം, ചെണ്ടമേളം എന്നിവ നേരിട്ടനുഭവിക്കാനുള്ള ലൈവ് സെഷനുകളും സംവേദനാത്മകമായ വിനോദങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് തിരുവനന്തപുരത്തെ ഓണാഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നാടൻ കലകൾ ഉൾപ്പെടെ 100-ലേറെ കലാരൂപങ്ങൾ സമാപന ദിവസത്തെ ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗസ്റ്റ് 30-ന് നടക്കുന്ന സമാപന സമ്മേളനത്തിലും സാംസ്കാരിക ഘോഷയാത്രയിലും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായിരിക്കും. ഓണക്കാലത്ത് കർഷകർക്ക് അർഹമായ വിലയും ഉപഭോക്താക്കൾക്ക് ന്യായവിലയിൽ നല്ല ഉൽപ്പന്നങ്ങളും ഉറപ്പാക്കാൻ 2000 ഓണസമൃദ്ധി വിപണികളാണ് സംസ്ഥാനത്തുടനീളം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഘോഷത്തിന്റെ ആവേശത്തിനൊപ്പം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും വാണിജ്യ മേഖലയ്ക്കും വൻ മുന്നേറ്റം സമ്മാനിക്കുന്ന ഒന്നാണ് ഓണവിപണി. വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, ഗൃഹോപകരണങ്ങൾ, പൂക്കൾ എന്നിവയുടെ വിൽപ്പനയിലാണ് ഈ കാലയളവിൽ മികച്ച വർധനവുണ്ടാകുന്നത്. ചെറുകിട കച്ചവടക്കാർക്കും കർഷകർക്കും സാമ്പത്തികമായി വലിയ ആശ്വാസവും കൈത്താങ്ങുമാണ് കേരളത്തിലെ ഓണവിപണി. മുൻകാലങ്ങളിൽ കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒതുങ്ങി നിന്ന ഓണാഘോഷം ഇന്ന് പ്രവാസി മലയാളി കൂട്ടായ്മകളിലൂടെ ലോകമെമ്പാടും കേരളത്തിന്റെ സാംസ്കാരിക അടയാളമായി മാറിയിരിക്കുന്നു. തലമുറകളുടെ സ്നേഹസംഗമ വേദികളായിരുന്ന പരമ്പരാഗത കൂട്ടുകുടുംബ വ്യവസ്ഥ ഇന്ന് കേരളത്തിന് ഒരു ഓർമ്മ മാത്രമാണ്. മാഞ്ഞുപോകുന്ന ഓർമ്മകളുടെ പുനരാവിഷ്കാരം മാത്രമല്ല ഓണം, അത് വരും തലമുറയ്ക്കായി നമ്മൾ കാത്തുസൂക്ഷിക്കേണ്ട മാനവികതയുടെ വലിയൊരു സന്ദേശം കൂടിയാണ്. ലോകത്തെവിടെയാണെങ്കിലും മലയാളി തനിമയും സാഹോദര്യവും പരിപാലിക്കാൻ ഈ വർണ്ണാഭമായ ഉത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഓണം വരുമ്പോൾ മലയാളി മനസ്സ് നാട്ടിലേക്കാണ് പറക്കുന്നത്. ദൂരം എത്രയുണ്ടെങ്കിലും വഴികൾ എത്ര തിരക്കേറിയാലും ഒടുവിൽ ആ യാത്ര എത്തിച്ചേരുന്നത് സ്വന്തം വീടിന്റെ പടിക്കലിലാണ്. കാലം എത്ര മാറിയാലും മനസ്സുകളിൽ നന്മയുടെ വസന്തം വിരിയിച്ചുകൊണ്ട് ഓണം മലയാളിയുടെ ഐക്യത്തിന്റെ പ്രതീകമായി എന്നും നിലകൊള്ളും. വരും നാളുകളിൽ കൂടുതൽ സൗഹാർദ്ദപൂർണമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ ഓണം നൽകുന്ന ഈ വെളിച്ചം നമുക്ക് വഴികാട്ടിയാകട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.